നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കുവൈറ്റിൽ ജോലി ചെയ്തിരുന്ന മകനെ കള്ളക്കേസിൽ കുടുക്കിയതായി ഉമ്മയുടെ പരാതി. 3 വർഷത്തെ എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ ജോലി ചെയ്തു വരികയായിരുന്ന മകനെ സ്ഥാപന ഉടമ തന്നെയാണ് കള്ളക്കേസിൽ കുടുക്കിയതായി ഉമ്മ ആമിന പറയുന്നത്. 2022 ജൂൺ 16 വിദേശത്തെത്തിയ ഫിറോസിനെതിരെ ജോലി ചെയ്യുന്നതിനിടയിൽ ഒളിച്ചോടി എന്ന കള്ളക്കേസ് നൽകിയതായാണ് ആമിന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് എംപിക്കും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകുമെന്നും ആമിന പറഞ്ഞു. ഞാൻ എൻ്റെ മോൻ്റെ വിവരം പറയാൻ വന്നതാണ്. എൻ്റെ മോൻ്റെ സങ്കടം. കുവൈത്തിൽ ഒരു മെട്രോ എന്ന് പറഞ്ഞ കമ്പനിയിൽ പെട്ടിട്ടുള്ളത്. ഒരു മോനെ ജയിക്കാൻ വിടുന്നില്ല. എങ്ങനെയായാലും ഒരു എൻ്റെ മോനെ നാട്ടിലേക്ക് 3 കൊല്ലത്തേക്ക് എഴുതി വാങ്ങിയതാണ്. എന്നിട്ട് 1.5 കൊല്ലം നേരം ഒന്നും തെറ്റില്ലാതാണ്ട് വിടുന്നതായിട്ടും മോന് പറഞ്ഞു എന്നോട്. ഉമ്മ പറ അന്ന് ആ മെസ്സേജ് പറയുകയും ചെയ്തു. അതുവരെ എടുത്തുമില്ല. എന്നിട്ടാണ് എൻ്റെ മോനെ ഇങ്ങോട്ടേക്ക്. എന്നിട്ട് മോൻ വിചാരിച്ച് ഇവിടെ വന്നിട്ട് അടുത്തേക്ക് തന്നെ വേറൊരു വിസക്ക് പോവുകയാണ്. അത് നോക്കുമ്പോൾ വിസ ഇവന് അവിടെ പോകണമെന്ന് വിചാരിക്കുമ്പോഴേക്ക് പിന്നെ ഓല വിസ വിട്ടിട്ടില്ല. ഓല ആ വിസ തന്നെ. അപ്പോൾ അവിടുന്ന് കുവൈറ്റ് പറഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ ഇവിടുന്ന് മാറ്റിയിട്ടെല്ലാം വരാമെന്ന്. ഇതുവരെയായിട്ട് ഒന്നും നടന്നിട്ടില്ല. 1 വർഷമായി. എൻ്റെ മോൻ ആടുന്ന് ഭയങ്കര കഷ്ടപ്പാട്ടിലും പട്ടിണിയും എല്ലാം തന്നെയായിട്ടുള്ള. എന്തെന്നാ ഞാൻ പറയേണ്ടത് എനിക്ക് അന്യായം. ഇപ്പം ഓരോ കേസ് ഇങ്ങനെ ഇടും. അത് ജയിച്ച് വരുന്ന ഹൈക്കോർട്ടിലെത്തിയിട്ട് വരെ ഓന് രക്ഷപ്പെട്ടിട്ടാവില്ല. ഓൻ ഒറ്റക്ക് പോയിട്ട് ജഡ്ജിനോട് വിവരം പറഞ്ഞ് ഓൻ ജയിച്ചതാണ് കഴിഞ്ഞ 9-ാം തീയതി. എന്നിട്ടും ഇപ്പോൾ അത് മെഞ്ഞാന്ന് കഴിയുന്ന അപ്പോഴത്തേക്ക് പിന്നെ ഒരു കേസ് അതിലിട്ടുണ്ട്. കുവൈത്തിലുള്ള മകനെതിരെ കള്ളക്കേസ് കൊടുത്ത് പീഡിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഉമ്മ ചൊക്ലി സ്വദേശിനി ബി ആമിന വാർത്താ സമ്മേളനം നടത്തിയത്. 2022 ജൂൺ 16 കുവൈറ്റിലേക്ക് ജോലി ആവശ്യാർത്ഥം പോയ മകൻ ഫിറോസിനെ മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള കുവൈറ്റിലെ തന്നെ ഒരു മെഡിസിൻ ക്ലിനിക്കായ മെട്രോ മെഡിക്കൽ ഗ്രൂപ്പിന്റെ സിഇഒ ആയ മുസ്തഫ ഹംസയാണ് കള്ളക്കേസ് നൽകിയത്. ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ നിന്നും ഒളിച്ചോടിയെന്ന കള്ളക്കേസാണ് ഫിറോസിന്റെ പേരിൽ നൽകിയത്. 300 കുവൈറ്റ് ദിനാർ കമ്പനിക്ക് കൊടുക്കണമെന്നും ആവശ്യപ്പെട്ട് മറ്റൊരു കേസും കൂടി നൽകിയിട്ടുണ്ട് ുണ്ടെന്നും ആമിന പറഞ്ഞു. കുവൈത്തിൽ നിന്നും നാട്ടിലേക്ക് വരാനോ അവിടെ ഇനിയൊരു ജോലി ചെയ്യാനോ പറ്റാത്ത തരത്തിൽ മകൻ കൊടും ദുരിതത്തിലായിരിക്കുകയാണ്. 1 വർഷത്തോളം കുടുങ്ങിയ ഫിറോസിനെ മോചിപ്പിക്കുന്നതിനായി എംപിക്കും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകുമെന്നും ബി ആമിന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഫിറോസിന്റെ സഹോദരിയുടെ മകനായ ഷാരിഖ് ദിൽഷാദും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.